ഭായ് ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ നിഴലിൽ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾ 3 പേരും. ഇനി ഞങ്ങൾക്കും വേണം ഒരു ജീവിതം. അതിന് വിളങ്ങ് തടിയായി നിൽക്കുന്നവരെ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് സ്വന്തം ബാപ്പയായാലും. മതിയടാ, വൈകാതെ ഒരു ദിവസം ഇത് കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇനി ഹാഫിസ് ഭായിയുടെ വീട്ടിലും ഈ ബാപ്പയുടെ മനസ്സിലും ഈ 3 മക്കൾക്ക് സ്ഥാനമില്ല. ഇറങ്ങിക്കോണം ഇപ്പോ, ഈ നിമിഷം. വന്നല്ലോ വിശ്വസ്തനായ വാലാട്ടി പട്ടി. കിളവൻ ചത്തൊടുങ്ങുന്നതിന് മുമ്പേ 4 കാശ് സമ്പാദിച്ച ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. എന്താ ഭായ് പ്രശ്നം? പ്രശ്നം എന്റെ വിധിയാണ്. ജന്മം കൊടുത്ത മക്കളായി പോയില്ലേ. കർമ്മം കൊണ്ട് ഒഴിഞ്ഞാലും ധർമ്മം കൊണ്ട് ഒഴിയില്ലല്ലോ ആ ബന്ധം. മെക്ക ഷിപ്പിംഗിന്റെ ബാനറിൽ കറാച്ചിയിലേക്ക് 1 കണ്ടെയ്നർ RDX കടത്താനുള്ള കാശും വാങ്ങി വന്നിരിക്കുക ഹറാം പിറന്നവന്മാര്. ഹാഫിസ് അലി ഇബ്രാഹിമിന്റെ കയ്യില് ഇന്ന് വരെ ഒരു നിരപരാധിയുടെയും ചോര വീണിട്ടില്ല. ഇനി വീഴ്ത്തിക്കയില്ല ഞാൻ.